അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ബാംഗ്ലൂരിലുള്ള ഒരു പ്രീമിയം ബിസിനസ് സ്കൂളിലാണ്, പ്രൈമസ് ബിസിനസ് സ്കൂള്. ഇത് 2022 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സ്ഥാപനമാണ്. ആദ്യത്തെ MBA ബാച്ച് പാസ് ഔട്ട് ആയിട്ട്. MBAക്ക് പുറമെ ഇവിടെ UG പ്രോഗ്രാംസ് ആയിട്ടുള്ള BBA, BCA, BCom പ്രോഗ്രാംസും കൂടെ റൺ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ അഡീഷണൽ ആഡ് ഓൺ പ്രോഗ്രാംസും ഉണ്ട്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും തരാൻ വേണ്ടിയിട്ട് ക്യാമ്പസിലോട്ട് പോകും. നോർമൽ കോളേജുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ തിയറി ബേസ്ഡ് ആയിട്ടായിരിക്കും അക്കാഡമിക്ക് പോകുന്നുണ്ടാവുക. ഇൻഡസ്ട്രി എക്സ്പോസർ വളരെ കുറവായിരിക്കും. പക്ഷെ നമ്മളൊരു ബിസിനസ് സ്കൂൾ കോൺസെപ്റ്റിലേക്ക് വരുന്ന സമയത്ത് പ്രാക്ടിക്കൽ ലേണിങ്ങിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. അതേപോലെ ഇൻഡസ്ട്രി ഇൻട്രാക്ഷൻസും ഇൻറ്റേൺഷിപ്പൊക്കെ വളരെ കൂടുതലായിട്ടുണ്ടാവും. ഒരു കോർപ്പറേറ്റ് കരിയറിലേക്ക് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് സത്യം പറഞ്ഞാൽ ഒരു ബിസിനസ് സ്കൂളായിരിക്കും ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വരിക. ഇപ്പോൾ 2022 തുടങ്ങിയ ഈ സ്ഥാപനം ഇന്ന് വളരെ സക്സസ്ഫുൾ ആയിട്ടാണ് റൺ ചെയ്യുന്നത്. ആദ്യത്തെ ബാച്ചിൽ ഇറങ്ങിയിട്ടുള്ള MBA സ്റ്റുഡൻസിൽ 85 സ്റ്റുഡൻസും ഇപ്പോൾ കറൻ്റ്ലി പ്ലേസ്ഡ് ആണ്. ഇന്ത്യയിലെ വളരെ ടോപ്പായിട്ടുള്ള സ്ഥാപനങ്ങളിലാണ് എല്ലാ സ്റ്റുഡൻസും പ്ലേസ്ഡ് ആയിട്ടുള്ളത്. TCS, Accenture പോലുള്ള വലിയ കമ്പനികളുടെ ബാംഗ്ലൂരിലെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്റ്റുഡൻസ് കറൻ്റ്ലി പ്ലേസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ വരും വർഷങ്ങളിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഫെസിലിറ്റീസ്, ഇൻഫ്രാസ്ട്രക്ചർ, എല്ലാ കാര്യങ്ങളും ബേസ് ചെയ്ത് ഫാക്കൽറ്റീസ് കാര്യങ്ങൾ, ലൈബ്രറി ഫെസിലിറ്റീസ്, ലാബ് ഫെസിലിറ്റീസ്, എല്ലാ കാര്യങ്ങളെ കുറിച്ചും നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അവലോകനമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഗാർഡൻ സിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാത്ത ബാംഗ്ലൂരാണ്. അതുപോലെ തന്നെയാണ് പ്രൈമസ് ബിസിനസ് സ്കൂള് ഈ ഒരു ഗാർഡനിങ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ലാൻഡ്സ്കേപ്പിംഗ് വളരെ ബ്യൂട്ടിഫുൾ ആണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മൈൻഡ് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ റിലാക്സ് ആവാനും സ്ട്രെസ് കുറയാനൊക്കെ നല്ല ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ അവരൊരു ലാൻഡ്സ്കേപ്പിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് പ്രൈമസിലെ ക്ലാസ് റൂം. ഫർണിച്ചേഴ്സൊക്കെ അത്യാവശ്യം നല്ലൊരു മോഡുലാർ ക്ലാസ് റൂം സിറ്റിംഗ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ക്ലാസ് റൂമാണ്. സ്റ്റുഡൻസ് നല്ലൊരു ആംബിയൻസ് ക്ലാസ് റൂമിൽ നിന്നും കിട്ടുന്നുണ്ട്. പ്രൈമസിൻ്റെ ഒരു പ്രത്യേകത അതൊരു റെസിഡൻഷ്യൽ ക്യാമ്പസ് ആണ്. ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇവർക്ക് എപ്പോൾ വേണമെങ്കിലും സ്റ്റുഡൻസിന് മാക്സിമം ടൈം ഈവനിങ്ങിലെല്ലാം ലൈബ്രറി ആക്സസ് ഉണ്ട്. അപ്പോൾ ലൈബ്രറിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ പോർട്സ് ഇവിടെ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ബുക്സ് റെഫർ ചെയ്താൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇരുന്ന് ഒരു പീസ്ഫുൾ മൈൻഡിലിരുന്ന് ശ്രദ്ധിച്ച് വായിക്കാനും പഠിക്കാനും ഒക്കെ ഉള്ള സൗകര്യം ലൈബ്രറിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. BCA സ്റ്റുഡൻസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ ലേണിംഗ് ഏരിയയാണ് കമ്പ്യൂട്ടർ ലാബ്സ്. ഇവിടുത്തെ കമ്പ്യൂട്ടേഴ്സൊക്കെ ഹൈ കോൺഫിഗറേഷൻ കമ്പ്യൂട്ടേഴ്സ് ആണ്. സോഫ്റ്റ്വെയർസ് ഒക്കെ പ്രാക്ടിക്കൽ കോഡിങ്ങിന് ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയർസ് എല്ലാം ഏറ്റവും ഹൈ എൻഡിലാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പ്രൈമസ് കോളേജിലുള്ള BBA, BCA, BCom സ്റ്റുഡൻസുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ജസ്റ്റ് എന്താണ് എക്സ്പീരിയൻസ് ഉള്ളത് ചോദിച്ചു നോക്കാം. പേരെന്തായിരുന്നു? എവിടെ, സ്ഥലം എവിടെയാ? ഓക്കെ, ഏതാ കോഴ്സ്? ഇതാണ് BC ആണല്ലോ. ഞാൻ മുഹമ്മദ് ഷിബിൽ. എവിടെ, സ്ഥലം എവിടെ? ഗൂഡല്ലൂർ. പേര് മറ്റേ കോഴ്സ് BCom ലോജിസ്റ്റിക്സ് വിത്ത് ACC. ഓക്കെ, ഫൈൻ. നമ്മൾ അഭിഷേക് BBA ഏവിയേഷൻ ആണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇയേഴ്സ് കുട്ടികളാണ് അല്ലേ? എങ്ങനെയുണ്ട് മൊത്തം ക്ലാസ് ഒക്കെ? എങ്ങനെയുണ്ട്? ഫാക്കൽറ്റീസ് നല്ല ഫ്രണ്ട്ലി ആണ്. ഫാക്കൽറ്റീസ് നമുക്ക് ഹെൽപ്ഫുൾ ആവാറുണ്ട്. ഓക്കെ, പേഴ്സണൽ ഡൗട്ട് ആയാലും നമുക്ക് ഓക്കെ. പിന്നെ നിങ്ങൾ ഇവിടുത്തെ ഫെസിലിറ്റീസിലേക്ക് ഓക്കെ ആണോ? ഹാപ്പി ആണോ? ഒരു നല്ല ഗ്രീനറി ക്യാമ്പസ്, നല്ല എൻവയോൺമെന്റ് ഒക്കെയാണ്. ഓക്കെ. അതുപോലെ തന്നെ നമ്മളെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് എങ്ങനെയാ? കോളേജ് ഹോസ്റ്റൽ തന്നെയാണോ അതോ പുറത്താണോ? കോളേജ് ഹോസ്റ്റൽ. എങ്ങനെയാണ്? ഫുഡും കാര്യങ്ങളെല്ലാം ഓക്കെ ആണോ? നല്ല ഫുഡാണ്. നിങ്ങൾ മൊത്തത്തിൽ ക്യാമ്പസിന്റെ ഒരു കാര്യങ്ങളിലെല്ലാത്തിലും 100% ഹാപ്പിയാണ്. ഫൈൻ. താങ്ക് യു കേട്ടോ. പ്രൈമസ് ബിസിനസ് സ്കൂളിലൊരു മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നതിൻ്റെ വൺ ഓഫ് ദ ഡയറക്ടർ ഒരു IAS ഓഫീസറാണ്. അദ്ദേഹം UG പ്രോഗ്രാമിലും PG പ്രോഗ്രാമിലും ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് IAS IPS കോച്ചിങ് ഇവിടെ ചെയ്യുന്നുണ്ട്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് അതിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടുത്തെ ഫാക്കൽറ്റീസ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഫാക്കൽറ്റീസ് എന്ന് പറയുന്നത് ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ്. PhD ഹോൾഡേഴ്സ് വരെ ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്ലാസ്സസ് ആണ് സ്റ്റുഡൻസിന് ഇവരെല്ലാവരും പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രൈമസിനെ കുറിച്ചിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് സിറ്റുവേറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ബാംഗ്ലൂരിൻ്റെ ഹൃദയഭാഗമായിട്ടുള്ള യലഹങ്കയിലാണ്. യലഹങ്കയിൽ സിംഗനായകനഹള്ളി എന്ന് പറയുന്ന ബസ് സ്റ്റോപ്പിന് വളരെ അടുത്തായിട്ടാണ്, അല്ലെങ്കിൽ രചൻകുണ്ടെ എന്ന് പറയുന്ന ബസ് സ്റ്റോപ്പിൻ്റെയും സിംഗനായകനഹള്ളിൻ്റെയും സെൻട്രൽ മിഡിൽ പോയിന്റിലായിട്ടാണ് ഈ ക്യാമ്പസ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. വളരെ ഒരു ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു ക്യാമ്പസാണ്. നമുക്ക് ഇരിക്കുമ്പോൾ തന്നെ വളരെ കൂളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടുന്ന് കിട്ടുന്നത്. കുട്ടികൾക്ക് പഠിക്കാൻ ഭയങ്കരമായിട്ടൊരു കൂളായിട്ടുള്ള അറ്റ്മോസ്ഫിയർ കിട്ടുന്നുണ്ടാവും. നമ്മൾ മൊത്തത്തിൽ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കണ്ടതിൽ നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കറൻ്റ്ലി
BBA, BCA, BCom പ്രോഗ്രാമുകൾക്ക് ആഡ് ഓൺ പ്രോഗ്രാംസ് CA, CMA, SCCA, അതുപോലെ തന്നെ ഏവിയേഷൻ, ലോജിസ്റ്റിക്സ്, അങ്ങനത്തെ ഉള്ള എല്ലാം ഇന്നത്തെ ലേറ്റസ്റ്റ് കുട്ടികൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്ന എല്ലാ പ്രോഗ്രാംസും ഇവിടെ റൺ ചെയ്യുന്നുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ വൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ മോഡേൺ ഇൻഫ്രാസ്ട്രക്ചർ ആണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോണെങ്കിലും ശരി, ക്ലാസ് റൂംസിന് പുറമെ അവർക്ക് ഇൻഡസ്ട്രി ഇൻട്രാക്ഷൻസ് ഉണ്ടാവുന്നുണ്ട്. പുറത്തുനിന്നുള്ള മെൻറ്റേഴ്സിൻ്റെ ക്ലാസ് കാര്യങ്ങൾ എക്സ്ട്രാ ഉണ്ടാവുന്നുണ്ട്. ഇൻഡസ്ട്രിയിൽ നിന്ന് എക്സ്പേർട്സുകൾ വന്നിട്ട് അവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പുറമെ അവർക്ക് ഇന്റേൺഷിപ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തേർഡ് സെം ഫോർത്ത് സെം പോലെ തന്നെ ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് BCA, BBA പ്രോഗ്രാം സ്റ്റുഡൻസിന്. അപ്പോൾ അൾട്ടിമേറ്റ്ലി അവരെ സംബന്ധിച്ചിടത്തോളം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനുള്ള ഒരുപാട് ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട്. ഫിറ്റ്നസ് പ്രോഗ്രാം, യോഗ, വെൽനസ് പ്രോഗ്രാംസ്, സ്പോർട്സ് ആക്ടിവിറ്റീസ്, അങ്ങനെ കൾച്ചറൽ ആക്ടിവിറ്റീസ്, എല്ലാ കാര്യങ്ങൾക്കും ഉള്ള ഒരു ഹെൽപ്പ് ക്യാമ്പസിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട്. നല്ലൊരു ക്യാമ്പസാണ്. എന്തുകൊണ്ടും കുട്ടികൾക്ക് ചൂസ് ചെയ്യാനും അതേപോലെ തന്നെ പ്ലേസ്മെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരുപാട് ടോപ്പ് കമ്പനീസുമായിട്ട് കോളേജ് ടൈപ്പ് ആയിട്ടുണ്ട്. 100% പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് ക്യാമ്പസിൻ്റെ ഭാഗത്ത് നിന്നുണ്ട്. കുട്ടികൾ നല്ല രീതിയിൽ പഠിച്ചിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ 100% ഇവിടുന്ന് പ്ലേസ്ഡ് ആയിട്ട് പോകാൻ പറ്റും. അപ്പോൾ ആ ഒരു ഉറപ്പ് നമുക്ക് ഇവിടുന്ന് കിട്ടും. എന്തെങ്കിലും ഈ കോളേജുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അഡ്മിഷൻ ആവശ്യങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഒരു കാര്യം കൂടെ ഫൈനലി നമ്മൾ പറയാം, അർഹതപ്പെട്ട കുട്ടികൾക്ക്, അതായത് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ കോളേജിൽ നിന്ന് സ്കോളർഷിപ്പും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യം നോർമലി നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പും നമ്മുടെ ഭാഗത്തു നിന്നും കൂടെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ നേരിട്ട് വിളിക്കുന്ന സമയത്ത് പറയാം. ഓക്കെ, താങ്ക് യു.